ഞാനാണ് മിമിക്രി റോബോട്ട്. അതെ മിമിക്രി ബ്രോ, എനിക്കൊരു സ്പൂൺ വേണമായിരുന്നു. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുവിൻ. ശ്രദ്ധിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. ചാന്തുമാമ ട്രാവൽസ് നിങ്ങൾക്ക് നൽകുന്നു ചന്ദ്രനിലേക്ക് പോകാനുള്ള അവസരം. ചന്ദ്രനിലേക്ക് പോകാനോ? വെറും 1 ലക്ഷം രൂപയ്ക്ക് ചന്ദ്രനിലേക്ക് പോകാനുള്ള സുവർണാവസരം നേടൂ. നിങ്ങൾ എന്താ തമാശ പറയുകയാണോ? തമാശയല്ലത്, സത്യം. ചന്ദ്രനാണ് സത്യം. ഇനി അമ്പിളിമാമൻ അങ്ങ് ദൂരെയല്ല, നമ്മുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾക്കും പോകാൻ പറ്റും. ജീവൻ പണയം വെച്ച് അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇതേ ചോദ്യം തന്നെയാണ് മാന്തോപ്പിലൂടെ ചേട്ടനും ചോദിച്ചത്. പക്ഷെ അദ്ദേഹം ചന്ദ്രനിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരുന്ന കാര്യം ചിന്തിക്കുന്ന പോലുമില്ല. ഏലിയൻസിന് അദ്ദേഹത്തിന്റെ മാംഗോ ജ്യൂസ് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ കുറച്ചു ദിവസം കൊണ്ട് അദ്ദേഹം ലക്ഷാധിപതിയായി മാറി. സത്യമാണോ? ചന്ദ്രനാണ് സത്യം. പക്ഷെ എനിക്കൊരു ഡിറ്റക്റ്റീവ് ഏജൻസിയാണുള്ളത്. ഞാൻ എന്ത് ചെയ്യും? അതിനൊക്കെ പരിഹാരമുണ്ട്. അവിടെ ഇല്ലാത്തതും ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയാണ് സാറേ. ഏലിയൻസിന് അവരുടെ കേസ് സോൾവ് ചെയ്യാൻ താങ്കളെ സമീപിക്കാമല്ലോ. ശരിക്കും? ചന്ദ്രനാണ് സത്യം സാറേ. പക്ഷേ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തിക്കൊണ്ടു പോകാൻ അമ്മാവൻ അനന്തരന്മാരെ നമ്മുടെ കൂടെ കൊണ്ടുപോകേണ്ടി വരും. എന്തോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. മാന്തോപ്പിലൂടെ ചേട്ടൻ ഇവിടെ എന്ത് സന്തോഷത്തോടു കൂടിയാ ജീവിക്കുന്നത് കണ്ടില്ലേ? ഈ ഫോട്ടോസ് എന്താ വിചിത്രമായിട്ട് തോന്നുന്നല്ലോ. മുതിർന്നവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി കുട്ടികള് സംസാരിക്കാൻ പാടില്ല. ഇതിനേക്കാൾ നല്ലൊരു ഓഫർ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തും കിട്ടാൻ പോകുന്നില്ല. ചന്ദ്രനാണ് സത്യം. നിങ്ങൾ മുഴുവൻ തുകയും എടുത്ത് 3 മണിക്ക് എന്റെ ഓഫീസിലേക്ക് വന്നാ മതി. മുഴുവനുമില്ല, ആദ്യ പകുതി പണം ഭൂമിയിൽ വെച്ച് ബാക്കി പണം ചന്ദ്രനിൽ പോയതിനു ശേഷം തരാം. എന്നാ ശരി, തൽക്കാലം ഞാൻ പോവാ. 1 ലക്ഷം കൊണ്ട് ചന്ദ്രനിലേക്ക് യാത്രയോ? മാന്തോപ്പുള്ളിച്ചേട്ടന്റെ ഫോട്ടോ. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അമ്മാവാ, എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. അപ്പൊ ഇതാണ് മാമ്പഴച്ചേട്ടന്റെ രഹസ്യം. ചിത്രങ്ങളെ ടെക്നോളജി വഴി വെട്ടിയും ഒട്ടിച്ചുമാണ് ഈ ചന്ദ്രനണ്ണൻ എല്ലാവരെയും പൊട്ടന്മാരാക്കുന്നത്. എനിക്ക് ആദ്യമേ നിന്നെ സംശയം തോന്നിയിരുന്നു. നീ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. പിടിക്കൂ. എടോ, എന്നെ അല്ലടോ, ദാ അവനെ. ഇനി നീ ഇതിന്റെ അകത്തുനിന്നും പുറത്തു കടക്കില്ല. ഞാൻ ചെന്ന് ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നോക്കട്ടെ. മുകളിലുള്ളത് അമ്പിളിമാമൻ, പിന്നെ താഴെയുള്ളത് നിന്റെ മണ്ടമ്മാമൻ. അപ്പോൾ നിങ്ങൾ ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു. ഏയ് അതല്ല, അനന്തരവൻ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. അവൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല. ഇതെന്താ പുതിയൊരു തലവേദന? അനന്തരവൻ ഇതിനു മുമ്പേ പോയ ഫ്ലൈറ്റിൽ ചന്ദ്രനിലേക്ക് തിരിച്ചല്ലോ. കണ്ടില്ലേ, അവൻ കഴിച്ചുകൊണ്ടിരുന്ന ലോലിപോപ്പ് ഇവിടെ വെച്ച് മറന്നുപോയതാ. ഈ ലോലിപോപ്പിന്റെ അനന്തരവന്റെ തന്നെയാണല്ലോ. എന്നാ ശരി, നമുക്ക് പോവാ അല്ലേ? ഇതോ ആദ്യ പകുതി 50,000, ബാക്കി ചന്ദ്രനിലെത്തിയതിനു ശേഷം.
നമ്മൾ ചന്ദ്രനിൽ എത്തിയോ മാവാ? ഇത്ര പെട്ടെന്നോ? എത്തിയിരിക്കുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഭൂമി പോലെ തന്നെ ഉണ്ടല്ലോ. എന്റെ അനന്തരവനെ ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. എന്റെ ചേട്ടാ, ഈ ചന്ദ്രൻ എത്ര വലുതാണെന്ന് അറിയാമോ? എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവും. വിഷമിക്കണ്ട, അവനിങ്ങ് വരും ചേട്ടാ. ഇതിന്റെ പാസ്വേഡ് എന്തായിരിക്കും? ചന്ദ്രൻ. ചന്ദ്രനിൽ ഗ്രാവിറ്റി കുറവായിരിക്കുമെന്നല്ലേ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ ചാടിച്ചാടി നടക്കുമത്രേ. നിങ്ങൾ എന്തിനാ ചാടിച്ചാടി നടക്കുന്നത്? ചന്ദ്രോപരിതലത്തിൽ ഗ്രാവിറ്റി കുറവായിരിക്കും. അതുകൊണ്ടാ ഞാൻ വായുവിൽ തുള്ളിച്ചാടുന്നത്. അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ തുള്ളിച്ചാടാത്തത്? അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കേണ്ടി വരും. തിരിച്ചു ഭൂമിയിലേക്കോ? അതൊന്നും നടക്കില്ലേട്ടാ. അതെ, ഞാൻ ചാടിക്കൽ കണ്ടില്ല. കണ്ടില്ലേ? കണ്ടാ? ഞങ്ങൾ എല്ലാവരും തുള്ളി കളിക്കുകയാണ്. നോക്ക്, ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ചന്ദ്രനിലേക്ക് വരുന്നത്. അതുകൊണ്ടാ കുറച്ച് സമയം എടുത്തത്. അല്ല, ഇത് നമ്മുടെ ഫണ്ടൂഷ് നഗറിലെ ഗോപാലനാണല്ലോ. എടോ ഗോപാല, താനെന്താ ഇവിടെ? എന്റെ അമ്മാവാ, ഞാൻ ദിവസവും ഇവിടെ വരാറുണ്ടല്ലോ പശുവിനെ മേയ്ക്കാൻ. ഇവിടെ ധാരാളം പുല്ലുണ്ടല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ നിനക്കും നിന്റെ പശുക്കൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ശ്വസിക്കാൻ പ്രശ്നമോ? എല്ലായിടത്തും ഒരല്പം മലിനീകരണമൊക്കെ ഉണ്ടാവുമല്ലോ വല്ല സാറേ. അതൊക്കെ ഇപ്പൊ ശീലമായി പോയി. അല്ല, നിങ്ങൾ എങ്ങനെ ദിവസം ഇങ്ങോട്ട് വന്നത്? ചിലപ്പോ ഒരു മാസത്തേക്കുള്ള പാസ് എടുത്തിട്ടുണ്ടാവില്ലേ? അതിന് ഈ സ്ഥലം അത്ര ദൂരത്തൊന്നും അല്ലല്ലോ. അവിടെ നോക്ക്, ഇവിടെ നിന്ന് നോക്കിയാലും ഫണ്ടൂസ് നഗർ കാണാൻ പറ്റും. അത് ശരിയാ, ഇവിടെ നിന്ന് നമ്മുടെ ഫണ്ടൂസ് നഗറൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത്ഭുതം തോന്നുന്നു. പക്ഷേ നിങ്ങളുടെ തലയിൽ എന്തിനാ? അതെ, എല്ലാവരും വരൂ. നമ്മളുടെ പക്കൽ ലിമിറ്റഡ് റൂമേ ഉള്ളൂ. ആദ്യം വരുന്നവർക്ക് നല്ല റൂം കിട്ടുള്ളൂ. ഇനി ചന്ദ്രൻ മാമൻ. മുകളിലുണ്ട് അമ്പിളി മാമൻ. പിന്നെ താഴെയുള്ളതോ നിന്റെ മണ്ടൻ മാമൻ. യെസ്, അപ്പൊ പാസ്വേഡ് മണ്ടൻ മാമൻ. MANDANMAMA. വല്ല സാറേ, നിങ്ങൾ ഇതാ ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് തരാനുള്ള ബാക്കി അങ്ങ് തന്നേക്ക്. അതിനെന്താ, തരാമല്ലോ. നിൽക്കൂ, ഈ ചന്ദ്രൻ മാമന് പണം കൊടുത്തേക്കരുത്. ഇയാൾ കൊടും ചതിയനാണ്. എന്റെ അനന്തരവാ, നീ റോക്കറ്റിനകത്തുണ്ടായിരുന്നോ? ഇയാള് പറഞ്ഞത് നീ ചന്ദ്രനിലേക്ക് പോയി എന്നാണല്ലോ. ഇനി ഇവിടെ നിന്ന തല പോകുന്ന തോന്നണേ. ഈ ചന്ദ്രൻ കള്ളമാമൻ നമുക്ക് ചന്ദ്രൻ ഒറ്റ മുറി ശരിയാക്കാതെ ഓടി രക്ഷപ്പെടുകയാണല്ലോ. അവരെ പിടിക്കവരെ. ഇത് ചന്ദ്രനല്ല അങ്കളെ. നിങ്ങൾ ചന്ദ്രനിലേക്ക് പോയിട്ടേ ഇല്ല. നമ്മൾ ഇപ്പോഴും ഫണ്ടൂഷ് നഗറില്ല. ഹലോ പോലീസ് മാഡം, നിങ്ങൾ വേഗം ചന്ദ്രനിലേക്ക്, സോറി ഫണ്ടൂഷ് നഗറിന്റെ പുറത്തേക്ക് വരൂ. ചന്ദ്രൻ മാമനോട് രക്ഷപ്പെടാൻ പോവാ. എടോ ചന്ദ്രൻ മാമ, ഒന്ന് നിൽക്ക്. ഞങ്ങളെ മണ്ടന്മാരാക്കി രക്ഷപ്പെടാന്ന് കരുതിയോ? ഹൈ, എനിക്കിപ്പോഴും ശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പോലീസ് മാഡവും ചന്ദ്രനിലേക്ക് വന്നൂല്ലേ? അതും ജീപ്പിൽ തന്നെ. മുകളിലേക്ക് പോകൂ, ഇനിയും മുകളിലേക്ക്. അയ്യോ, ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കാശ് തിരിച്ചു താടാ ചന്ദ്രൻ മാമ.
നമ്മുടെ പണം തിരികെ കിട്ടിയല്ലോ അനന്തരവ. നിന്റെ മെറ്റൽ ഹാറ്റും ഒരു അത്ഭുതം തന്നെയാണല്ലോ. ആ ഇത് ചെയ്യും ടിറ്റ് ഫോർ ടാറ്റ്. ഇതാണ് എന്റെ സൂപ്പർ ഹാറ്റ്. ആ ഐഡിയ. അങ്കിൾ ഇവിടെ നല്ല തണുപ്പാണല്ലോ. നിങ്ങളെ ഫാൻ ഒന്ന് ഓഫ് ചെയ്യോ പ്ലീസ്? ഇപ്പൊ ചെയ്യാലോ. ചന്ദ്രനാണ് സത്യം. ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ആ? നിന്നെ നിന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ കൊണ്ട് ചന്ദ്രനെ കാണിക്കാം. ജയിലിനകത്തിട്ട് നിന്നെ കൊണ്ട് ഞാൻ നക്ഷത്രങ്ങൾ എണിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? അതെ, പെർഫെക്റ്റ്. ഓക്കേ.